നമ്മളെങ്ങനെ അള്ളാഹിനെ സ്നേഹിക്കാതിരിക്കുക? അള്ളാഹു എത്ര അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് സഹോദരങ്ങളെ. ഓരോ അനുഗ്രഹങ്ങളെപ്പറ്റി ആലോചിച്ച് നോക്കിയാൽ മതി. അറ്റമില്ലാത്ത അനുഗ്രഹമാണ് അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ളത്. നമ്മൾ ഏത് അവയവം എടുത്താലും, നമ്മളൊരു കിഡ്നി മാത്രം എടുത്ത് നോക്കിയാൽ മതി. ഒരു ഡയാലിസിസ് ചെയ്യുന്ന ആളുടെ ഒരു ഇടങ്ങേറ്, ആഴ്ചയിൽ 3 ദിവസം പോകണം വരണം, 5 മണിക്കൂർ 4 മണിക്കൂർ മെഷീൻ്റെ അടുത്ത് കിടക്കണം, അരമണിക്കൂർ കയറ്റാനും അരമണിക്കൂർ ഇറക്കാനും, 4 മണിക്കൂർ അതിൻ്റെ അടുത്ത് കിടക്കണം. ആ വലിയൊരു പെട്ടിൻ്റെ അടുത്ത് ഒരു നാടൻ മാങ്ങൻ്റെ അണ്ടിൻ്റെ അത്ര വലിപ്പമുള്ളൂ കിഡ്നി പറഞ്ഞാൽ. ആ ഒരു കിഡ്നി മതി. അത് ഇല്ലാത്തതുകൊണ്ടാണ് ഈ പെട്ടിൻ്റെ അടുത്ത് വന്ന് ആഴ്ച 1.5 കിടക്കണം 3 ദിവസം. എന്നാൽ തന്നെ കിഡ്നീൻ്റെ പ്രവർത്തനം മുഴുവൻ കിട്ടുമോ? ഇല്ല. വേറെ ഇഞ്ചക്ഷൻസ്, ബ്ലഡ് ഉണ്ടാക്കാൻ ഇഞ്ചക്ഷൻ, കാൽസ്യത്തിന് വേറെ, എല്ലാത്തിനും വേറെ, അതിൻ്റെ പുറമെ വേറെയും പരിപാടികൾ. എന്നാലും ഒരു 8-10 കൊല്ലമാകുമ്പോൾ തന്നെ ഡയാലിസിസ് ചെയ്യുന്ന ആളെ കണ്ട കറുത്ത് ഒരു പ്രത്യേക ഭൂതൈകാരം, ഒരു കോലായിട്ടുണ്ടാവും. ഇതൊന്നുമില്ലാതെ എത്ര കിഡ്നി പ്രവർത്തിച്ചു കൊണ്ടിരിക്കേണ്ട, ഒരു പ്രയാസമില്ലാതെ. എങ്ങനെ കൈഫത്തൊക്കെ ഫുറൂനബില്ല, ഞങ്ങളെങ്ങനെയാണ് പടച്ചോനെ നിഷേധിക്കുക? അതുകൊണ്ട് സഹോദരങ്ങൾ, ആ അള്ളാഹിനെ പറ്റി നമ്മൾ അറിയണം. അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെ, നാമഗുണവിശേഷണങ്ങളിലൂടെ ആ പടച്ചോനെ അറിയുമ്പോൾ നമുക്ക് ആ പടച്ചോനെ അടുക്കാൻ പറ്റും. ആ പടച്ചോനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും. ആ പടച്ചോനെ നമുക്ക് ആരാധിക്കാൻ പറ്റും. ആ പടച്ചവനെ മാത്രമേ നമ്മൾ ആരാധിക്കാൻ പാടുള്ളൂ. അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത്, ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചത്.